Dear friends, now we will discuss redox titrations. Redox means reduction and oxidation, or oxidation and reduction together. In acid-base titration, we have seen there is neutralization reaction between acid and bases. In redox titration, there is an oxidation reduction reaction taking place. So we want an oxidizing agent and a reducing agent. Now let us see what are the different types of redox titrations. First type is permanganometry and the second one is dichrometry. Permanganometry uses KMnO4, that is potassium permanganate, as the oxidizing agent. And in dichrometry, potassium dichromate is the oxidizing agent. അപ്പോൾ റിഡോക്സ് ടൈട്രേഷനിൽ നമുക്ക് പെർമാംഗനോമെട്രിയും ഡൈക്രോമെട്രിയുമാണ് ഉള്ളത്. അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് പെർമാംഗനോമെട്രിയിൽ. അതുകൊണ്ടാണ് അതിനെ പെർമാംഗനോമെട്രി എന്ന് പറയുന്നത്. ഡൈക്രോമെട്രിയിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതിനെ ഡൈക്രോമെട്രി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്തെന്നാൽ പെർമാംഗനോമെട്രിയിൽ ഇവിടെയും വോളിമെട്രിക് ടൈട്രേഷനാണ്. അതുകൊണ്ട് പെർമാംഗനോമെട്രിയിൽ നമ്മൾ എപ്പോഴും ബ്യൂററ്റിനകത്ത് ഫില്ല് ചെയ്യുന്നത് പെർമാംഗനേറ്റ് ആണ്. അതുപോലെ ഡൈക്രോമെട്രിയിൽ എപ്പോഴും ബ്യൂററ്റിൽ ഡൈക്രോമേറ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പം ഇനി ഏതൊക്കെ ടൈപ്പ് ടൈട്രേഷനാണ് ഇതിനകത്ത് വരുന്നതെന്ന് നോക്കാം. ഈ പെർമാംഗനേറ്റിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അത് ആസിഡ് മീഡിയത്തിലും ആൽക്കലൈൻ മീഡിയത്തിലും ന്യൂട്രൽ മീഡിയത്തിലും പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ റിഡോക്സ് ടൈട്രേഷനിൽ ഇവിടെ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് ഓൾവേസ് ആസിഡ് മീഡിയമാണ്. ബോത്ത് ഇൻ പെർമാംഗനോമെട്രി ആസ് വെൽ ആസ് ഇൻ ഡൈക്രോമെട്രി വി ആർ യൂസിങ് ആസിഡ് മീഡിയം. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ആസിഡ് മീഡിയം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഇന്ന് പെർമാംഗനോമെട്രിയാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡൈക്രോമെട്രി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പെർമാംഗനോമെട്രിയിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എസ്റ്റിമേഷന് തരുന്നത് നമ്പർ 1 ഓക്സാലിക് ആസിഡ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എസ്റ്റിമേറ്റ് ഓക്സാലിക് ആസിഡ് പ്രസൻറ്റ് ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. അതല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ഫെറസ് അയൺ പ്രസൻറ്റ് ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. ഇനി എസ്റ്റിമേറ്റ് ഫെറസ് സൾഫേറ്റ്, then ferrous sulfate 7H2O as well as FeSO4, NH4 twice SO4 6H2O present in the whole of the given solution. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ഇതെന്ന് പറയുന്നത് ഫെറസ് സൾഫേറ്റ് ഇതെന്ന് പറയുന്നത് അൺഹൈഡ്രസ് ഫെറസ് സൾഫേറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റ്. ഇനി ഇതിനൊരു പേരുണ്ട്, ദാറ്റ് ഈസ് മോഴ്സ് സോൾട്ട്. അപ്പം ഓക്സാലിക് ആസിഡ് ഒഴിച്ച് ബാക്കി ഫെറസ് അയൺ, FeSO4 അൺഹൈഡ്രസ്, FeSO4 ഹൈഡ്രേറ്റഡ് ആൻഡ് മോർ സോൾട്ട്, ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള സ്പീഷീസ് ഫെറസ് അയൺ ആണ്. അപ്പോൾ നമുക്കറിയാം ഫെറസ് അയൺ ക്യാൻ ബി ഈസിലി ഓക്സിഡൈസ് ടു ഫെറിക് അയൺ. അപ്പോൾ ഫെറസിന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഫെറസ് വിൽ ബി ദ റെഡ്യൂസിങ് ഏജൻറ്റ്, itself getting oxidized to ferric. So that will take oxygen from the oxidizing agent. So it will reduce potassium permanganate. So potassium permanganate is the oxidizing agent and all these reagents are reducing agents. ഇവിടെ നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് തരുന്നത് രണ്ട് സബ്സ്റ്റൻസ് ആണ്. ഒന്ന് ഓക്സാലിക് ആസിഡും 2 മോർ സോൾട്ടും. ഓക്സാലിക് ആസിഡ് analytical reagent. AR is analytical reagent. അപ്പോൾ AR ക്വാളിറ്റി അനലിറ്റിക്കൽ ഗ്രേഡ് ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണ് നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് തരുന്നത്. അതുപോലെ തന്നെ AR മോർ സോൾട്ട് ക്രിസ്റ്റൽസ് ആണ് തരുന്നത്. അപ്പം സോളിഡായിട്ട് തരുന്ന ഈ 2 സബ്സ്റ്റൻസുമാണ് ഇവിടെ പ്രൈമറി സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവിടെ 2 ചോയ്സ് ആണെന്നുള്ളത്. ആസിഡിമെട്രിയിൽ നമ്മൾ കണ്ടു ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് തരും. ആൽക്കലിമെട്രിയിൽ നമ്മൾക്ക് സോഡിയം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആണ് തരുന്നത്. ഇവിടെ പെർമാംഗനോമെട്രിയിൽ പ്രൈമറി സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡ് ഓർ മോർ സോൾട്ട് 2 ചോയ്സ് ഉണ്ട്. എസ്റ്റിമേഷന് തരുന്നത് ഒന്നുകിൽ ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ ഏതെങ്കിലും Fe2+ സ്പീഷീസ്. ഇനി
ഈ മോർ സോൾട്ട് തന്നെ നമുക്ക് തന്നിട്ട് അതിനകത്തുള്ള Fe2+ ചോദിക്കാം, അതിനകത്തുള്ള FeSO4 ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റ് അതിനുള്ളിൽ തന്നെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിക്കാം, അതല്ലെങ്കിൽ സിംപ്ലി മോർ സോൾട്ട് തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഇതും റെഡ്യൂസിങ് ഏജൻറ്റാണ്. ഇത് തന്നെയാണ് ഇപ്പുറത്ത് പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് തരുന്നത്. അപ്പോൾ ഇതും റെഡ്യൂസിങ് ഏജൻറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എടുക്കുന്നത് potassium permanganate, that is the oxidizing agent. KMnO4 is the oxidizing agent, and that is the link solution or the intermediate solution for redox titration under permanganometry. ഇവിടെ നമുക്ക് ഓർക്കേണ്ട കാര്യം എപ്പോഴും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ബ്യൂററ്റിലായിരിക്കും, അതുപോലെ ഈ സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇത് ആസിഡിമെട്രിയും ആൽക്കലിമെട്രിയും മനസ്സിലാക്കിയിട്ട് ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ സ്റ്റാൻഡർഡൈസേഷനും എസ്റ്റിമേഷനും പ്രിപ്പറേഷനും മേക്കിംഗ് അപ്പും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത് വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കി പോവാം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൈമറി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യും. പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, അത് ഓക്സാലിക് ആസിഡോ മോർ സോൾട്ടോ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാം. എസ്റ്റിമേഷന് ബോട്ടിലിൽ തരുന്ന സൊല്യൂഷൻ അതിനെ നമ്മൾ മേക്കപ്പ് ചെയ്യും. മേക്കിംഗ് അപ്പ് ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ, മേക്കിംഗ് അപ്പ്. അപ്പോൾ ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷനും മേക്കിംഗ് അപ്പ് ഓഫ് ദി ഗിവൺ സൊല്യൂഷനും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാൻഡർഡൈസേഷനാണ് ചെയ്യേണ്ടത്. അതിലെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ഓക്സാലിക് ആസിഡിൻ്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വെച്ചിട്ട് KMnO4 സ്റ്റാൻഡർഡൈസ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് KMnO4 വെച്ചിട്ട് എസ്റ്റിമേഷനുള്ള സൊല്യൂഷനെ എസ്റ്റിമേറ്റ് ചെയ്യും. ഈ രണ്ട് സ്റ്റെപ്പും കാൽക്കുലേഷൻ. ഇത്രയുമാണ് നമുക്ക് പെർമാംഗനോമെട്രിക് ടൈട്രേഷനിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ വെയിറ്റ് കാൽക്കുലേഷൻ, ഓക്സാലിക് ആസിഡ് മോർ സോൾട്ടും എങ്ങനെയാണ് വെയിറ്റ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് വേഗത്തിൽ നമുക്ക് പറഞ്ഞു പോകാം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉള്ളത് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് എങ്ങനെ റെഡ്യൂസിങ് ഏജൻ്റ് ആകുന്നു എന്നുള്ളത്. ഓക്സാലിക് ആസിഡിൻ്റെ ഫോർമുല ഇതാണ്, COOH. അപ്പോൾ ഇത് ഓക്സിഡേഷൻ നടക്കുമ്പം ഇതിനകത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ഉണ്ടാവും. അപ്പം ഓക്സാലിക് ആസിഡിനെ നമുക്ക് ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കാം. അതുകൊണ്ട് ഓക്സാലിക് ആസിഡ് ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. റെഡ്യൂസിങ് ഏജൻറ്റിന് ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പം ഓക്സിഡേഷൻ നടത്തുന്നത് പെർമാംഗനേറ്റ് ആണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. So potassium permanganate is the oxidizing agent. All these are reducing agents. The reducing agents gets oxidized and potassium permanganate get reduced. അപ്പം ഇനി KMnO4 റിഡക്ഷൻ എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. KMnO4 റിഡക്ഷൻ എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ KMnO4 എന്ന് പറഞ്ഞാൽ Mn ഈസ് ഇൻ ദ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് Mn 2+ സ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പം ഇതിനൊരു റിഡക്ഷനാണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരു ഡിക്രീസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് KMnO4 ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഗെറ്റ് റെഡ്യൂസ്ഡ് ടു Mn2+ സോൾട്സ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് നോക്കാം. ഇനി ഇവിടുത്തെ റിഡോക്സ് റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ആസിഡ് മീഡിയം തരുന്നത് H2SO4 ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതിൽ H+ സ്പീഷീസാണ് റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് KMnO4 റിയാക്ഷൻ ഒന്ന് എഴുതാം. ഇൻ ആസിഡ് മീഡിയം KMnO4 റിയാക്ട്സ് വിത്ത് H2SO4 ഫോമിങ് പൊട്ടാസ്യം K2SO4 പ്ലസ് MnSO4 പ്ലസ് H2O പ്ലസ് 5 nascent oxygen is produced. ഓക്സിഡൈസിങ് ആക്ഷന് വേണ്ടിയിട്ടുള്ള 5 അറ്റോമിക് ഓക്സിജനാണ് അവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കൊന്ന് ബാലൻസ് ചെയ്യുമ്പം പൊട്ടാസ്യം 2 KMnO4 then MnSO4 2 Mn, so 2 MnSO4 then you get MnSO4 H2 so total sulfate 2SO4 plus 1, so put 3 H2SO4 then 3 H2 here, then there will be 5 oxygen. അത് നമ്മൾ നേരത്തെ തന്നെ എഴുതി. ആ 5 ഓക്സിജൻ ശരിയാണോ നോക്കണം. അതെന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഇവിടെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഇവിടെ വരുന്നത് 5 ഓക്സിജൻ പ്ലസ് 3 ഓക്സിജൻ 8 ഓക്സിജൻ, ഇവിടെ 8 ഓക്സിജൻ. അപ്പം ദറ്റ് ഈസ് ഓക്കെ.
ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ ഓക്സാലിക് ആസിഡാണ് എടുക്കുന്നതെങ്കിൽ ഓക്സാലിക് ആസിഡ് ഈസ് H2C2O4. അതിൽ ഒരു നേസൻ്റ് ഓക്സിജൻ വന്നാൽ തന്നെ നമുക്ക് കിട്ടുന്നത് H2O, കാർബൺ ഡൈ ഓക്സൈഡ്, 2 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ C2O4 2CO2 പ്ലസ് H2O. ഇത് ഓൾറെഡി ബാലൻസ്ഡ് ഇക്വേഷനാണ്. പക്ഷേ ഇവിടെ 5 ഓക്സിജൻ റിലീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ടോട്ടൽ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ യു ഗെറ്റ് 5 H2C2O4 പ്ലസ് 5 ഓക്സിജൻ ഗിവിങ് 10 CO2 പ്ലസ് 5 H2O. ഇതായിരിക്കും ഫൈനൽ ഇക്വേഷൻ. ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ആസിഡ് മീഡിയത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന നെയ്സൻ്റ് ഓക്സിജനാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റിനെ ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറ്റുന്നത്. ഇനി ഇതുപോലെ ഫെറസിൻ്റെ അത് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ തന്നെ എഴുതാം. കാരണം KMnO4ഉം സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്തിട്ട് 5 നെയ്സൻ്റ് ഓക്സിജൻ കിട്ടുന്നു. നമുക്ക് Fe2+ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. ആസിഡ് മീഡിയത്തിൽ നമുക്ക് അയണിക് ഇക്വേഷനായിട്ട് എഴുതാം. Fe2+ പ്ലസ് ആസിഡ് മീഡിയത്തിൽ H++ O giving Fe2+ is oxidized to Fe3+ and hydrogen and oxygen forms water. ഇവിടെ ഒരു അയോണിക് ഇക്വേഷനായിട്ടാണ് നമ്മൾ എഴുതിയത്. സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഇക്വേഷൻ എഴുതിയത്. അല്ലെങ്കിൽ മോർ സോൾട്ടിൻ്റെ സ്ട്രക്ചർ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് FeSO4 NH4 twice SO4 ഇതെല്ലാം നീട്ടി എഴുതണം. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനാണ് ഇവിടെ എഴുതിയത്. ഇവിടുത്തെ മെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് Fe2+നെ Fe3+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചാർജും അതുപോലെ തന്നെ ആറ്റംസും ബാലൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. Fe2+, 2++1+, മൊത്തം 3+ ചാർജ് ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലും 3+. അപ്പോൾ ഇത് ചാർജ് ഓക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ അടുത്ത ആറ്റമിനെ നോക്കാം. ഇവിടെ H2 വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ 2H+ ഇടും. അപ്പോഴെന്ത് പറ്റി? ചാർജിന് മാറ്റം വന്നു. ഇവിടെ 2+ ചാർജും ഇവിടെ 2+ ചാർജുമായി. അപ്പോൾ മൊത്തം 4+ ചാർജ് ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ 3+ ചാർജ്. അപ്പോൾ ചാർജ് ബാലൻസ്ഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇതിനെ അഫക്റ്റ് ചെയ്യാതെ ഈ ചാർജ് ഒന്ന് മാറ്റണം. അപ്പോൾ ഇഫ് യു പുട്ട് ഹിയർ 2 ദെൻ ഇറ്റ് വിൽ ബി 4+. അപ്പം ഈ സൈഡ് 4++ 2+ എന്ന് പറയുമ്പോഴത്തേക്കും 6 പോസിറ്റീവ് ചാർജ് ലെഫ്റ്റ് സൈഡിൽ വന്നു. അപ്പോൾ ഇവിടെയും 2 Fe3+ ഇട്ടാൽ ഇവിടെയും 6 പോസിറ്റീവ് ചാർജ് ആവും. സോ ഇക്വേഷൻ എന്തായി മാറും? 2 Fe2+ പ്ലസ് 2H++ ഓക്സിജൻ ഗിവിങ് 2 Fe3+ പ്ലസ് 3+2. അപ്പോൾ നമുക്കിവിടെ നെയ്സൻ്റ് ഓക്സിജൻ 5 ഓക്സിജനാണ് നമ്മളിവിടെ പെർമാംഗനേറ്റ് ആസിഡ് മീഡിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 5 ഓക്സിജനും ഇവിടെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ദ കംപ്ലീറ്റ് ഇക്വേഷൻ ബിക്കംസ് 10 Fe2+ പ്ലസ് 10H+ പ്ലസ് 5 ഓക്സിജൻ ഗിവിങ് 10 Fe3+ പ്ലസ് 5 H2. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ആ ഓക്സിഡേഷൻ സ്റ്റെപ്പ് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നമ്മൾ പെർമാംഗനോമെട്രിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ പ്രിപ്പറേഷൻ. രണ്ടാമത്, മേക്കിംഗ് അപ്പ് ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ, എസ്റ്റിമേഷൻ. ഇതിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ ഓക്സാലിക് ആസിഡ് H2C2O4 2H2O ക്രിസ്റ്റലൈൻ ഫോമിൽ തരും. അതല്ലെങ്കിൽ മോഴ്സ് സോൾട്ടാണ് നമുക്ക് വെയിറ്റ് എടുക്കാൻ തരുന്നത്. അപ്പം ആസ് യൂഷ്വൽ നമ്മളിതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, NeV/1000. അപ്പം റിക്വയർഡ് നോർമാലിറ്റിയും വോളിയം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഫോമിൽ വെച്ചിട്ട് വെയിറ്റ് ഓഫ് ഓക്സാലിക് ആസിഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മോർ സോൾട്ടും. ഇതിൽ വേണ്ടുന്നത് ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് ഓക്സാലിക് ആസിഡാണ്. അത് ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ്, അതിൽ ഇക്വലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, ദറ്റ് ഈസ് 63. ഇനി മോർ സോൾട്ടിൻ്റെയാണ്. മോർ സോൾട്ടിൻ്റെ ഫോമുല എന്ന് പറയുന്നത് FeSO4 NH4 twice SO4 6H2O. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കുമ്പം അതിൻ്റെ വാല്യൂ 392 എന്നാണ്. ഇവിടെ ചില കാര്യങ്ങളും കൂടെ ഒന്ന് പറയേണ്ടതുണ്ട്. ഇതിൻ്റെ കാൽക്കുലേഷനിൽ വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഇതിനകത്തുള്ള അയൺ സ്പീഷീസ് Fe2+ൻ്റെ അല്ലെങ്കിൽ FeSO4ൻ്റെ അല്ലെങ്കിൽ FeSO4 7H2യുടെ അതല്ലെങ്കിൽ ടോട്ടൽ മോർ സോൾട്ടിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ സ്പീഷീസിൻ്റെയും ഇക്വലൻ്റ് മാസ് അറിയണം.
അത് FEയുടെ എന്ന് പറയുന്നത് 55.85 ആണ്. FeSO4 ആകുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 151.85 എന്ന് വരും. FeSO4 7H2 ആണെങ്കിൽ അതിന് 277.85 എന്ന് വരും. മോർ സോൾട്ട് ആണെങ്കിൽ 392. അപ്പം ഈ ഇക്വലൻ്റ് മാസ് കൊണ്ട് നമുക്ക് ഇതിനെ ഫൈനൽ നോർമാലിറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അവിടെ മാസ് ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് ഓക്സാലിക് ആസിഡ് മോർ സോൾട്ടും എടുക്കണം. ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകം ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്സാലിക് ആസിഡിനെ വെയിറ്റ് എടുത്ത് നമുക്കതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് മേക്കപ്പ് ചെയ്താൽ മതി. പക്ഷെ മോർ സോൾട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. മോർ സോൾട്ട് എന്ന് പറയുന്നത് Fe സോൾട്ടാണ്. ഈ Fe2+ ഒരു പ്രത്യേകതയുണ്ട്. അത് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ ഹൈഡ്രലൈസ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പം ഇത് പ്രസിപ്പിറ്റേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് Fe2+ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഹൈഡ്രോളിസിസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഈ ഇതിൽ വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ ആഡിങ് വാട്ടർ ടു എനി Fe2+ സോൾട്ട് യു ഹാവ് ടു ആഡ് H2SO4 ഡൈല്യൂട്ട് H2SO4 ആണ്. അപ്പം നമ്മുടെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് ഫുള്ള് ഒരു 20 ml ടെസ്റ്റ് ട്യൂബിനകത്ത് ഡൈല്യൂട്ട് H2SO4 ഈ സൊല്യൂഷൻ ഈ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിനകത്ത് ഈ സൾഫ്യൂരിക് ആസിഡ് 20 ml ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് മോർ സോൾട്ട് ട്രാൻസ്ഫർ ചെയ്താലും മതി. എന്തായാലും അവിടെ വാട്ടർ അഡീഷന് മുമ്പ് സൾഫ്യൂരിക് ആസിഡ് കാണണം ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ഹൈഡ്രോളിസിസ് ഓഫ് Fe2+. അതിനുശേഷം നമ്മുടെ സൊല്യൂഷൻ മേക്കപ്പ് ചെയ്തു. ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ചെയ്തു. മോർ സോൾട്ട് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ചെയ്തു. പിന്നെ നമ്മൾ എസ്റ്റിമേഷനുള്ള സൊല്യൂഷനാണ്. എസ്റ്റിമേഷനുള്ള സൊല്യൂഷൻ മേക്കപ്പ് ചെയ്യുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. തന്നിരിക്കുന്നത് ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ നേരെ ആഡ് ചെയ്തിട്ട് അതിനെ 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്താൽ മതി. അതേസമയം മോർ സോൾട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അയൺ കണ്ടൻറ്റ് അയൺ സ്പീഷീസാണ് നമുക്ക് തരുന്നതെങ്കിൽ അവിടെയും ഇതേ പ്രൊസീജിയർ ആഡ് ചെയ്യണം. ഡൈല്യൂട്ട് H2SO4 അതും 1 ടെസ്റ്റ് ട്യൂബ് ഫുള്ള് ആഡ് ചെയ്തതിന് ശേഷം വാട്ടർ ആഡ് ചെയ്യുക, മേക്കപ്പ് ചെയ്യുക. ഇവിടെ രണ്ടിടത്തും ഇത് ഒരുപക്ഷെ അത് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കാണും. അത് ഇനഫ് സൾഫ്യൂരിക് ആസിഡ് അവിടെ ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ടതെന്ന് പ്രൊസീജിയർ പറയും. പക്ഷേ നമ്മളെപ്പോഴും ഇത് എഴുതി തന്നെ ശീലിക്കുക. എപ്പോഴും ഫെറസ് സോൾട്ടിനകത്ത് വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ഹൈഡ്രോളിസിസ് പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ Fe2+നെ പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വാട്ടർ ആഡ് ചെയ്യുക. ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മേക്കിംഗ് അപ്പ് സ്റ്റേജിലുള്ള സൾഫ്യൂരിക് ആസിഡ് അഡീഷനാണ്. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡർഡൈസേഷനും എസ്റ്റിമേഷനും ചെയ്യുമ്പോൾ ഒന്നുകിൽ എപ്പോഴും KMnO4 ആണ് നമ്മൾ ബ്യൂററ്റിൽ എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒന്നുകിൽ നമുക്ക് ഓക്സാലിക് ആസിഡും KMnO4ഉമായിട്ടൊരു ടൈട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ Fe2+ഉം KMnO4ഉമായിട്ടുള്ള ടൈട്രേഷൻ ആയിരിക്കും. ഈ എസ്റ്റിമേഷനിലും ഇതേ സംഭവം തന്നെയാണ് വരുന്നത്. ഓക്സാലിക് ആസിഡ് KMnO4 അത് ഏതാണ് ഇവിടെ സ്റ്റാൻഡർഡൈസേഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷനും ഇൻ്റർമീഡിയറ്റും, എസ്റ്റിമേഷനിലാണെങ്കിൽ എസ്റ്റിമേഷനുള്ള സൊല്യൂഷനും ഇൻ്റർമീഡിയറ്റും. ഇത് മാറിയും തിരിഞ്ഞും വരാം. അപ്പം 2 ടൈപ്പ് ടൈട്രേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് ഓക്സാലിക് ആസിഡ് അഗൻസ്റ്റ് KMnO4. അപ്പം സ്റ്റാൻഡർഡൈസേഷനിലാണെങ്കിലും എസ്റ്റിമേഷനിലാണെങ്കിലും ഓക്സാലിക് ആസിഡ് അഗൻസ്റ്റ് KMnO4 വരാം, അല്ലെങ്കിൽ Fe2+ അഗൻസ്റ്റ് KMnO4 വരാം. അപ്പോൾ ഇവിടെ മസ്റ്റായിട്ട് ഈ റിയാക്ഷൻ എന്ന് പറയുന്ന ആസിഡ് മീഡിയത്തിലായതുകൊണ്ട് ഇവിടെ നമ്മൾ ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്തേ പറ്റുള്ളൂ മീഡിയം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെയും ഡൈല്യൂട്ട് H2SO4. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രിപ്പറേഷനും മേക്കപ്പ് സ്റ്റേജിലും നമ്മൾ ചെയ്യുന്നത് ഹൈഡ്രോളിസിസ് പ്രിവെൻറ്റ് ചെയ്യാനാണ്. അയണിന് മാത്രമാണ് അതുള്ളത്. പക്ഷേ ഓക്സാലിക് ആസിഡും ഫെറസും ടൈട്രേറ്റ് ചെയ്യാനായിട്ട് രണ്ടും ആസിഡ് മീഡിയത്തിൽ തന്നെ എടുക്കണം. ഇത് കൂടാതെ ഒരു പോയിൻ്റ് കൂടെ ഉള്ളത് ഓക്സാലിക് ആസിഡിൻ്റെ റിയാക്ഷൻ. ഇവിടെ എന്താണ് റിയാക്ഷൻ എന്ന് പറയുന്നത്? KMnO4 നമ്മൾ സൊല്യൂഷൻ ബ്യൂററ്റിൽ നിന്ന് KMnO4 ആഡ് ചെയ്യുമ്പോൾ KMnO4ന് ഡീകോമ്പോസിഷൻ, KMnO4ന് റിഡക്ഷൻ നടക്കുകയാണ്. അതായത് Mn2+ സോൾട്ടായിട്ട് മാറും. അപ്പം പിങ്ക് കളറുള്ള KMnO4 കളർലെസ് ആയിട്ടാണ് മാറുന്നത് ഈ റിയാക്ഷൻ വഴി. അപ്പോൾ സൊല്യൂഷന് കളറില്ലാതെ ആകും. അത് സ്ലോ ആയിട്ടായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. പിന്നെ Mn2+ ഫോം ചെയ്യുന്നത് ഫർദർ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പം റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. അങ്ങനെ സ്പീഡ് കൂടിയാലും നമ്മുടെ സൊല്യൂഷന് കളറില്ല. പക്ഷേ അറ്റ് ദി എൻഡ് പോയിൻറ്റ് കംപ്ലീറ്റ് റിയാക്ഷൻ കഴിഞ്ഞാൽ 1 ഡ്രോപ്പ് ഓഫ് എക്സസ് ഓഫ് KMnO4 ഗിവ്സ് എ പെർമനൻറ്റ് പെയിൽ
പിങ്ക് കളർ ടു ദ സൊല്യൂഷൻ. അപ്പോൾ എൻ പോയിൻ്റ് എന്ന് പറയുന്നത് പെർമനൻറ്റ് പെയിൽ പിങ്ക് കളറായിരിക്കും. അപ്പോൾ അത് ഒരു ഡ്രോപ്പ് KMnO4 കൊണ്ട് നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ എൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ഈ രണ്ട് കേസിലും നമുക്ക് ആസിഡ് വേണം. പക്ഷേ ഓക്സാലിക് ആസിഡിൽ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറിൽ, അതായത് റൂം ടെമ്പറേച്ചറിൽ വളരെ വെരി സ്ലോ റിയാക്ഷൻ ആയിരിക്കും. റൂം ടെമ്പറേച്ചറിൽ ഓക്സാലിക് ആസിഡും KMnO4 വേണ്ടത്. അതുകൊണ്ട് ഓക്സാലിക് ആസിഡ് മാത്രം നമ്മളൊരു 70 ഡിഗ്രി സെൽഷ്യസ് വരെ വാംഡ് ചെയ്ത സൊല്യൂഷൻ, വാംഡ് കണ്ടീഷനിലാണ് നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പെർമാഗ്നോമെട്രിക് ടൈട്രേഷനിൽ എസെൻഷ്യലായിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇവിടുത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഓരോ സ്പീഷീസിൻ്റെയും ഇവിടെ നമുക്ക് സ്റ്റാൻഡർഡൈസേഷനും എസ്റ്റിമേഷനും കഴിയുമ്പം ഫൈനൽ എസ്റ്റിമേഷൻ്റെ സൊല്യൂഷൻ്റെ നോർമാലിറ്റി N3 എന്ന് കിട്ടും. ആ N3യെ നമുക്ക് ഏത് സ്പീഷീസാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഇക്വലൻറ്റ് മാസ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് മാസ് പെർ ലിറ്റർ കാണുന്നത്. ആ മാസ് പെർ ലിറ്റർ കാണാനായിട്ട് നമുക്ക് ഇവിടെ ഓരോ സ്പീഷീസിൻ്റെയും ഇക്വലൻറ്റ് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ പെർമാഗ്നോമെട്രിക് ടൈട്രേഷൻ നമുക്ക് ഈസി ആയിട്ട് പെർഫോം ചെയ്യാം. ഇപ്പോൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ട് സ്റ്റാൻഡർഡൈസേഷനിലും എസ്റ്റിമേഷനിലും നമുക്ക് H2SO4 വേണം. അത് KMnO4ന് ഓക്സിഡേഷൻ നടത്താനുള്ള മീഡിയം പ്രൊവൈഡ് ചെയ്യാനാണ്. ഇനി Fe2+ എപ്പോൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നതോ അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ ആസിഡ് ആഡ് ചെയ്തിരിക്കണം, ഹൈഡ്രോളിസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ, ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് Fe2+. പിന്നെ ഒന്ന്, ഓക്സാലിക് ആസിഡും KMnO4ഉമായിട്ടുള്ള റിയാക്ഷൻ റൂം ടെമ്പറേച്ചറിൽ വളരെ സ്ലോ ആണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ ഒന്ന് റേസ് ചെയ്തിട്ട് ഒരു 70 ഡിഗ്രി വരെ ആക്കിയതിന് ശേഷമാണ് ഓക്സാലിക് ആസിഡും KMnO4ഉം കൂടെ ടൈട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സാലിക് ആസിഡിൻ്റെ കേസിൽ കറ്റാലിസിസ് എന്ന് പറയുന്നത് Mn2+ കാറ്റലൈസ് ചെയ്യുന്നതോടൊപ്പം ടെമ്പറേച്ചറും കൂടെ വേണം. അയണിനാണെങ്കിൽ ടെമ്പറേച്ചർ ആവശ്യമില്ല, Mn2+ തന്നെ കാറ്റലൈസ് ചെയ്തോളും. ഓക്കെ.